ഹായ് ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. ഓക്കെ, ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. സെക്കൻഡ്, എഡ്യൂക്കേറ്റഡ് മെമ്പർഷിപ്പ്. സാലറീഡ് എംപ്ലോയീസ് ആണ്. ഗവൺമെൻറ് സെക്ടറിലും അതുപോലെ തന്നെ സെമി ഗവൺമെൻറ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സാലറീഡ് എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വേജ് ഏണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് എല്ലാം എന്താണ്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയിരിക്കും. ഓക്കെ, എഡ്യൂക്കേറ്റഡ് മെമ്പർഷിപ്പ്. നെക്സ്റ്റ്, വെൽ പെയ്ഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്. സ്റ്റാഫുകളെല്ലാം വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ പെയ്ഡ് ആണ്. ദെൻ ഫോർത്ത്, പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ടൈംലി റിക്കവറി ഓഫ് ലോൺ. ലോണ് റിക്കവർ ചെയ്യുന്നതിന് എന്താണ്, ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ടൈംലി റിക്കവറി ഓഫ് ലോൺ. അതെങ്ങനെയായിരിക്കും? ഒരു ഫിക്സഡ് വേജ് ഏണേഴ്സ് ആണ് അല്ലെങ്കിൽ സാലറീഡ് പീപ്പിൾ ആണ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ മെമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോൺ റിക്കവർ ചെയ്യുന്നതിന് അവർക്ക് സാലറി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ലോണിലേക്ക് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അവരെ സാലറി കൊടുക്കുന്നത്. അതുകൊണ്ടൊരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ലോൺ റിക്കവർ ചെയ്യുന്നതിനുണ്ട്. ഇപ്പോൾ നമുക്കൊരു 50,000 സാലറി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10,000 നമ്മുടെ ലോണിലേക്ക് മാറ്റി വെച്ച് ബാക്കി 40,000 ആണ് എന്ത് ചെയ്യുന്നത്, എംപ്ലോയീസിന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ലോൺ റിക്കവർ ചെയ്യുന്നതിന് ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി. എഡ്യൂക്കേറ്റഡ് പീപ്പിളുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെൽ മാനേജ്ഡുമാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ദെൻ മറ്റൊന്ന് പറയുന്നത് വയബിലിറ്റി ഓഫ് സൊസൈറ്റി. സൊസൈറ്റീസിൻ്റെ വയബിലിറ്റിയാണ്. വയബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല ഊർജ്ജസ്വലതയോട് മുന്നോട്ട് പോകുന്ന സൊസൈറ്റികളായിരിക്കും എന്നുള്ളതാണ്. ഡോർമെൻറ്റ് സൊസൈറ്റി ഉണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഡോർമെൻറ്റ് സൊസൈറ്റി എന്താണ്, ഉറങ്ങിക്കിടക്കുന്ന അതല്ലെങ്കിൽ സജീവമല്ലാത്ത സൊസൈറ്റികളാണ്. പക്ഷേ മിക്കവാറും എല്ലാ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും എങ്ങനെയുള്ളതാണ്, വയബിൾ സൊസൈറ്റിയാണ്. വയബിലിറ്റി ദാറ്റ് മീൻസ് സജീവമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോകുന്ന സൊസൈറ്റികളാണ് എന്നർത്ഥം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഓക്കെ, ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, എഡ്യൂക്കേറ്റഡ് മെമ്പർഷിപ്പ്, വെൽ പെയ്ഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്, പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഫോർ ടൈംലി റിക്കവറി ഓഫ് ലോൺസ്, ദെൻ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ദെൻ വയബിലിറ്റി ഓഫ് സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ്. പിന്നെ അതിനകത്ത് ഒരു സെപ്പറേറ്റ് പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് PS ലോൺസ് എന്നുള്ളത്. PS സ്റ്റാൻഡ് ഫോർ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് ആണ്. പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് which is usually given by the employees cooperative credit societies. എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലോണിനെയാണ് നമ്മൾ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് PS ലോൺസ് എന്ന് പറയുന്നത്. സോ ദിസ് ലോൺസ് ആർ യൂഷ്വലി ഗിവൺ ബൈ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ദ ലോൺ ഈസ് ഗിവൺ ടു ദ മെമ്പേഴ്സ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദെയർ സാലറി. എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പേഴ്സണൽ സെക്യൂരിറ്റി ലോൺ കൊടുക്കുന്നത് അവരുടെ സാലറിയുടെ സെക്യൂരിറ്റിന്മേലാണ്. ഒരാൾക്ക് എത്ര സാലറി കിട്ടുമോ ആ സാലറിയുടെ സെക്യൂരിറ്റിന്മേലാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പേഴ്സണൽ സെക്യൂരിറ്റി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ടോട്ടൽ മന്ത്ലി റെമിറ്റൻസ് ഡസ് നോട്ട് എക്സീഡ് ദെയർ ടോട്ടൽ മന്ത്ലി സാലറി. അയാൾക്ക് ഒരു എംപ്ലോയിക്ക് ടോട്ടൽ മന്ത്ലി എത്ര സാലറി കിട്ടുമോ അതിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല അയാളുടെ മന്ത്ലി റെമിറ്റൻസ്. ലോൺ എടുത്തു കഴിഞ്ഞു, മന്ത്ലി റെമിറ്റൻസ് അതിനേക്കാൾ കൂടാൻ പാടില്ല. ഇപ്പോൾ ഒരു 50,000 പെർ മന്ത് സാലറി കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മന്ത്ലി റെമിറ്റൻസ്, ലോൺ എടുത്ത വകയിൽ മന്ത്ലി റെമിറ്റൻസ് 60,000 ലോണിലേക്ക് അടക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കഴിയില്ല, അല്ലേ? അയാൾക്ക് ആകെ കിട്ടുന്നത് സാലറി 50,000 ആണ്. അപ്പോൾ ലോണിലേക്ക് ഒരു 25,000 ലോണിലേക്ക് അടച്ച് ബാക്കി 25,000 അയാൾക്ക് സാലറി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യാൻ പാടില്ല, അയാൾ മന്ത്ലി റെമിറ്റൻസ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മാസവും നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ലോണിലേക്ക് അടക്കണം. ഇപ്പോൾ ഒരു 50,000 കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ 10,000 അയാൾ ലോണിലേക്ക് അടക്കും, ബാക്കി 40,000 അയാൾക്ക് സാലറി ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ലൈഫ് നല്ല രീതിയിൽ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം.
ഓക്കെ. അതേസമയം 50,000 കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെർ മന്ത് ലോണിലേക്ക് 60,000 അടക്കണം, 60,000 രൂപ അടക്കണം. 50,000 അയാൾക്ക് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ട് അടച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദ ടോട്ടൽ മന്ത്ലി റെമിറ്റൻസ്, ഓരോ മാസവും അടക്കേണ്ട തുക എന്ത് ചെയ്യാൻ പാടില്ല, ഡസ് നോട്ട് എക്സീഡ് ദെയർ മന്ത്ലി സാലറി, അയാൾക്ക് കിട്ടുന്ന മന്ത്ലി സാലറിയേക്കാൾ കൂടുതലാവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് എംപ്ലോയീസിന് കൊടുക്കുന്നത്? അവരുടെ പേഴ്സണൽ നീഡ്സ് ഉണ്ടായിരിക്കും. നമുക്കറിയാം അയാൾക്ക് എന്തെങ്കിലും എമർജൻസി കേസ് വരുവാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു എമർജൻസി കേസ് വരുമ്പം ആ എമർജൻസി കേസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് കൊടുക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദിസ് ലോൺസ് ഈസ് പ്രൊവൈഡഡ് ടു മീറ്റിംഗ് ദ എമർജൻസി നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അവരുടെ മെമ്പേഴ്സിൻ്റെ എമർജൻസി നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ ഒരു പാർട്ടിൽ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള ഏരിയ. ഓക്കെ. അപ്പോൾ അതിനകത്തൊരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, ദെൻ പേഴ്സണൽ സെക്യൂരിറ്റി ലോൺ, ഇത്രയും മാത്രമേ നമ്മുടെ ടെസ്റ്റിനകത്ത് പറയുന്നുള്ളൂ. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ നീഡ്സ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ 3 ടയർ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു 6ഓളം ടൈപ്സ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ദെൻ നാഷണൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അപ്പോൾ ഇത്തരത്തിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇത്ര മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഏരിയ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.